ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പോടാതിരിക്കുന്നത് ഒരു കിഡ്ലൻ ആക്ഷൻ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 1993 ജാക്കി ചാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു സിറ്റി ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ. ഒരു ജപ്പാനീസ് മാങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർവലൊക്കെ പോലെ ഒരു കോമിക്കാണ്, ജപ്പാനീസിൽ കോമിക്കാണ്. ആ ഒരു കോമിക്കിനെ അടിസ്ഥാനമാക്കി എടുത്തൊരു മൂവിയായിരുന്നു 1993 ഇറങ്ങിയ സിറ്റി ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ. അതേ പേരിൽ ഇപ്പോൾ ജാപ്പനീസ് ഭാഷയിൽ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. സിറ്റി ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിറ്റി ഹണ്ടർ ജാപ്പനീസ് ആക്ഷൻ കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. കിഡിലൻ ആക്ഷൻ എന്ന കിഡിലൻ ആക്ഷൻ, സൂപ്പർ ആക്ഷൻ. സിനിമ തുടങ്ങി അങ്ങോട്ട് പിന്നെ ആക്ഷൻ തന്നെയാണ്. ഏകദേശം 1.5 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. പൊളി സിനിമ പറഞ്ഞാൽ കിഡിലൻ സിനിമ. കൂടുതലൊന്നും സിനിമയെക്കുറിച്ച് പറയാനല്ല. ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും എന്തായാലും ഒന്ന് കണ്ടു നോക്കാത്ത സിനിമയാണ്. ഒരു ഫ്രാഞ്ചൈസി പോലെയൊക്കെ ചെയ്യാവുന്ന ഒരു സിനിമയാണ്. അതായത് പിന്നെ ഈ ജാപ്പനീസ് മാങ്ക എന്ന് പറഞ്ഞാൽ ഒരു കോമിക് കഥാപാത്രമാണ്. സിറ്റി ഹണ്ടർ എന്ന കോമിക് കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാം. ഈ കഥാപാത്രം ശരിക്കും അറിയാമെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ്. തൻ്റെ പങ്കാളിയെ പിന്നെ ഒരു എന്താ പറയുക അമാനുഷികമായ കഴിവുള്ള ഒരു ആൾക്കാർ ഇടയ്ക്ക് വരികയാണ്. ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള ആൾക്കാർ വരികയാണ്, അമാനുഷികമായ കഴിവുള്ള ആൾക്കാർ. പക്ഷെ അവർ കുറഞ്ഞ സമയം കൊണ്ട് പിന്നെ അവർ ഭയങ്കര അമാനുഷികമായിട്ടുള്ള ശക്തിയായിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവരങ്ങ് പോയി ചെയ്യും. പിന്നെ എവിടെയെങ്കിലും മരിച്ചു കിടക്കുന്നതായി കാണാം. പങ്കാളിയെ കൊല്ലുകയാണ് ഒരാൾ, ഇങ്ങനെ ഉള്ള ഒരാൾ കൊല്ലുകയാണ്. അപ്പോൾ അതെന്താണ് സംഭവം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് നമ്മുടെ നായകൻ. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. കുറച്ച് കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്. കിടില ആക്ഷനുകളൊന്നും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. വളരെ ചടുലമായ ആക്ഷനുകളും മറ്റേ ഗൺ ഫൈറ്റും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ഇടിയാണ് സിനിമയുടെ. പിന്നെ ആ ഗൺ ഫൈറ്റ്, ആ സ്പീഡ്, അതൊക്കെ സംഭവം സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞല്ലോ, ഈ ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാത്തൊരു സിനിമയാണ്. ഒരിക്കലും പിന്നെ എന്താ പറയുക നഷ്ടമാവില്ല ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ക്ലൈമാക്സിലെ ഒരു ഫൈറ്റ് സീന് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കാമായിരുന്നു തോന്നി എനിക്ക്. പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെയൊക്കെ തോന്നി. എന്തായാലും ഇനിയും ഇതുപോലുള്ള സിനിമകൾ അടുത്ത പാർട്ടായിട്ട് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണാൻ ശ്രമിക്കുന്നതാണ്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ജാപ്പനീസ് ഭാഷയിലാണ് കണ്ടത്. ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നല്ലൊരു കിഡിലൻ ആക്ഷൻ മൂവിയാണ്. ഈ ടെക്നിക്കൽ സൈഡൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് അവർ. ഞാൻ പറഞ്ഞില്ല, ആക്ഷനാണ് ഇതിൽ മെയിൻ. ആക്ഷനും കോമഡിയാണ് ഇതിൽ മെയിൻ. അത് സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറി നമ്മൾ അടുത്ത സംഭവങ്ങളൊക്കെ തന്നെയാണ് സ്റ്റോറി കാര്യങ്ങളൊക്കെ. എന്നാലും കണ്ടിരിക്കാവുന്നൊരു ആക്ഷനുകൾ. ഞാൻ പറഞ്ഞില്ല, ആ നായകൻ്റെ ആ ഒരു ആക്ഷൻ സ്പീഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞ ക്ലൈമാക്സിലെ ആ ഫൈറ്റ് സീനുകളോ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കായിരുന്നു തോന്നി. ബാക്കിയൊക്കെ സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.